ഉൽപ്പത്തി പുസ്തകം 22:6 അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. ഇവിടെ പിതാവിനോടുകൂടി ഒന്നിച്ചു നടക്കുന്ന മകനായ ഇസഹാക്കിനെ കാണാം. എന്നാൽ 8-ാം വാക്യത്തിലും മകൻ്റെ ചോദ്യത്തിന് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് അവർ ഒന്നിച്ചു നടന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ 19-ാം വാക്യത്തിലും യാഗത്തിന് ശേഷം അവർ ഒന്നിച്ചു പുറപ്പെട്ട് ബേർശേബയിലേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെയെല്ലാം അപ്പനോട് കൂടി ഏതു സാഹചര്യത്തിലും ഒന്നിച്ചു നടക്കുന്ന മകനെ കാണാം. ഒന്നിച്ചു നടക്കുക മാത്രമല്ല, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മകൻ അപ്പനെ അനുസരിക്കുന്നുണ്ട്. മകൻ്റെ ചോദ്യത്തിന് അപ്പൻ മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മകൻ അപ്പനോടും അപ്പൻ മകനോടും മിണ്ടിയിട്ട് കാലങ്ങളായ കുടുംബങ്ങളുണ്ട്. തമ്മിൽ സംസാരിക്കുന്നില്ല. ഒരു വീട്ടിൽ അന്യരെ പോലെ അവർ കഴിയുന്നു. മക്കളും മാതാപിതാക്കളും രണ്ട് തട്ടിൽ ജീവിക്കുന്നു. അവർക്ക് ഒന്നിച്ചു നടക്കാൻ കഴിയുന്നില്ല. അവർക്ക് തമ്മിൽ പല ചോദ്യങ്ങളുണ്ട്. എന്നാൽ അതിനൊന്നും ഉത്തരങ്ങളില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും അതിൽ തൃപ്തരല്ല. ഇവിടെ മോറിയ മലയിൽ മകനായ ഇസഹാക്കിന് നേരെ കത്തി ഉയർത്തുന്ന പിതാവായ അബ്രഹാമിനെ കാണാം. എന്നാലും മകനായ ഇസഹാക്ക് അതിനെതിരെ പ്രതികരിക്കാതെ പിതാവിനെ അനുസരിക്കുന്നു. എന്നാൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. മകന് പകരമായി ദൈവം കൊടുത്ത കുഞ്ഞാടിനെ അവർ അവിടെ യാഗമാക്കി. ഇത് തന്നെയാണ് കാൽവറിയിലും നടന്നത്. നമുക്ക് പകരമായി യേശു കർത്താവ് എന്ന കുഞ്ഞാട് നമുക്ക് പകരമായി യാഗമായി തീർന്നു. ഇവിടെ തനിക്ക് നേരെ കത്തി ഓങ്ങിയ പിതാവിൻ്റെ കൂടെ വീണ്ടും ഒന്നിച്ചു നടക്കുന്ന ഇസഹാക്കിനെ നമുക്ക് കാണാം. എന്തുകൊണ്ട്? മകൻ്റെയും പിതാവിൻ്റെയും മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ദൈവശബ്ദം അവർ കേട്ടു. ഇതുപോലെ നമ്മുടെ തലമുറയുടെ മധ്യത്തിൽ ദൈവശബ്ദം നമ്മൾ ഒന്നിച്ച് കേൾക്കണം. എന്നാൽ നമുക്ക് ഒന്നിച്ച് നടക്കാൻ കഴിയും. നാം മാത്രമല്ല, നമ്മോട് കൂടെ അവരും ദൈവശബ്ദം കേൾക്കണം. അങ്ങനെ കേട്ടാൽ നമുക്കൊന്നിച്ച് നടക്കാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.